ഗോകുലം ഗ്രൂപ്പിൻ്റെ ഉടമ ഗോകുലം ഗോപാലിനെ ഇ.ഡി. കോഴിക്കോടും ചെന്നൈയിലുമൊക്കെ ചോദ്യം ചെയ്യൽ തുടരുന്നു. അപ്പോൾ അതിൻ്റെ MD ചോദ്യം ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുമായിട്ടാണ് ഇത്തവണ RSSൻ്റെ മുഖപത്രം ഓർഗനൈസർ പുറത്തിറങ്ങിയിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പുറത്തിറങ്ങിയ വിവാദ ചിത്രം എമ്പുരാൻ്റെ ഫണ്ടിങ്ങിൽ തീവ്രവാദ ഫണ്ടിങ് ഉണ്ട് എന്നൊരു ആരോപണമാണ് അതിൽ ഉയർത്തുന്നത്. അവർ അതിൽ പറയുന്ന കാര്യം, ബ്രിട്ടീഷ് പൗരനും ശ്രീലങ്കയിൽ ജനിച്ച വ്യക്തിയുമായ സുഭാസ്കരൻ അല്ലിരാജ എന്ന് പറയുന്ന വ്യക്തി 2014 സ്ഥാപിച്ച ലൈക്ക പ്രൊഡക്ഷൻസ്, അവർ അനവധി സിനിമകൾ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ആ പ്രൊഡക്ഷൻസ് കമ്പനിയാണ് ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അവർ അതിൽ പിന്മാറുകയും ഗോകുലം ഗോപാലനുമായി ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമ ഗോകുലം ഗോപാലൻ നൽകിയത്. ഈ ലൈക്കയ്ക്ക് തമിഴ് തീവ്രവാദ സംഘടനയായ LTTയുമായും വിദേശത്തുള്ള ജിഹാദി ഗ്രൂപ്പുകളുമായും ആ സംഘടനകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നൊരു ആരോപണം കൂടി ഈ റിപ്പോർട്ട് ഉയർത്തുന്നു. ഒപ്പം തന്നെ ഈ ഫണ്ടിങ് ഈ സിനിമയുടെ മുതൽ മുടക്കിൽ ഉണ്ടാകാം എന്ന ഒരു സൂചനയും ഈ റിപ്പോർട്ട് നൽകുന്നു. ഏതായാലും ഇന്നും വിവിധയിടങ്ങളിൽ ഈ റെയ്ഡുകൾ തുടരുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ ഈ ഗോകുലം ഗ്രൂപ്പിനും ഒപ്പം തന്നെ ലൈക്കയ്ക്കും GST രജിസ്ട്രേഷനുകളുണ്ട്. കൂടുതൽ വിവരങ്ങൾ അധികം വൈകാതെ ED പുറത്തു വിടുമെന്ന് കൂടി ഓർഗനൈസർ പറയുന്നു. എന്നാൽ ED പറയുന്നത് ഇപ്പോൾ ഉണ്ടായ ഈ വിവാദങ്ങളുമായി ഇപ്പോഴത്തെ ഈ റെയ്ഡിനും മറ്റു കാര്യങ്ങൾക്കും ബന്ധമില്ല. ഇത് മുൻപ് തന്നെ 3 മാസക്കാലമായ നിരീക്ഷണത്തിന് ശേഷമാണ് ഇത്തരത്തിലേക്കൊരു നടപടികളിലേക്ക് കടന്നത്. ഇത് മുൻപുണ്ടായിരുന്ന കേസിൻ്റെ ബാക്കിയുള്ള ഒരു തുടരന്വേഷണത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ED പറയുന്നത്. ഏതായാലും അധികം വൈകാതെ തന്നെ ഇതിനൊരു വ്യക്തത പുറത്തു വരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.